5 മൃതദേഹങ്ങൾ വെക്കാൻ കഴിയുന്ന തരത്തിൽ ആളുകൾക്ക് വന്നു കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യത്തിൽ അവിടേക്ക് എത്തിക്കുകയാണ്. ആദ്യം മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. ആദ്യം അവിടെ നിന്നിറക്കിയ ആയിഷാജിയുടെ മൃതദേഹമാണ് അങ്ങോട്ടേക്ക് എത്തിച്ചത്. ആയിഷാജിയുടെ മാതാപിതാക്കളാണ് ഇൻഡോറിലുള്ളത് അല്ലേ? അവർ അങ്ങോട്ടേക്ക് വൈകുന്നേരത്തോടെ ഒരുപക്ഷെ എത്താൻ സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട്. ഓരോരുത്തരായി ഓരോ കുട്ടികളുടെയും മൃതദേഹങ്ങൾ അങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് 2022 അന്ന് മുളന്തുരുത്തിയിലെ സ്കൂളിൽ നിന്ന് ടൂറ് പോയ കുട്ടികൾ ഇതുപോലൊരു അപകടമുണ്ടായി. 9 കുട്ടികൾ മരിച്ചു. ആ കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇതേപോലെ എറണാകുളം മുളന്തുരുത്തി വെട്ടിക്കൽ മാർബേസിയസ് വിദ്യാനികേതൻ സ്കൂളായിരുന്നു. ഊട്ടിയിലേക്ക് പോയ കുട്ടികളാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. അങ്ങനെ 9 കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇതേപോലെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ആവർത്തനങ്ങളല്ലേ പലപ്പോഴായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. പഠിക്കുന്ന കുട്ടികൾ ചെറുപ്രായത്തിൽ ഇല്ലാതെ പോവുക എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ ഒരു സമൂഹത്തിന് കഴിയില്ല, അവരുടെ ഒപ്പമുള്ളവർക്ക് കഴിയില്ല. കൂട്ടുകാർക്ക്, അധ്യാപകർക്ക്, മാതാപിതാക്കൾക്ക്, പ്രായമായ അവരുടെ മുത്തച്ഛന്മാരും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, ഈ മക്കൾ മരിക്കുന്ന യഥാർത്ഥത്തിൽ അച്ഛനും അമ്മയും മരിക്കുമ്പോൾ മാത്രമാണ് എന്ന് പറയും. അതിനു മുൻപ് മരിച്ചാലും ഓർമ്മയായിട്ട് ഇങ്ങനെ നിലനിൽക്കും എന്നുള്ളത്, അതൊക്കെ ആ പറച്ചിലൊക്കെ ഉണ്ടാകുന്ന എത്രത്തോളം വലിയ വേദനയിൽ നിന്നാണ്. മക്കൾ കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഏതൊരു അച്ഛനും അമ്മയും സംബന്ധിച്ച് അതിൽ പരം ഒരു വേദന അവർക്ക് ഈ ജീവിതത്തിൽ ഉണ്ടാകാനില്ല. ആ വേദനയിലൂടെയാണ് ഈ 5 കുട്ടികളുടെയും അച്ഛനമ്മമാർ, കുടുംബങ്ങളൊക്കെ കടന്നു പോകുന്നത്. അവർക്ക് ഇതിനെ മറികടക്കാൻ കഴിയട്ടെ എന്ന് അല്ലേ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കാം. അതിന് അവർക്ക് കരുത്തായി മറ്റ് സഹപാഠികളൊക്കെ, കുട്ടികളുടെ സഹപാഠികളൊക്കെ നിൽക്കട്ടെ, ബന്ധുമിത്രാദികൾ നിൽക്കട്ടെ, നാട് നിൽക്കട്ടെ. അങ്ങനെയാണ് നമ്മൾ ദുഃഖങ്ങളെ മറികടക്കാനുള്ള വലിയ ശ്രമങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കും. പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇനിയുള്ള കുറേ നാളുകൾ എങ്കിലും അവർക്ക് അവരുടേതായ ഒരു അവസ്ഥയിലേക്ക് ചുരുങ്ങിപ്പോകേണ്ടി വരുമെന്നതൊരു വാസ്തവമാണ്. സങ്കടകരമായ അവസ്ഥയാണ്. ഒരു ആശ്വാസവാക്കിന് നമ്മളിവിടെ നിന്ന് എന്ത് പറഞ്ഞാലും അല്ലെ, ബന്ധുക്കൾ വന്ന് എത്രയേറെ ആശ്വസിച്ചാൽ അല്ലേ, അതെ, മക്കളൊക്കെ മരിച്ചു പോകുന്ന മനുഷ്യരോട് എന്ത് ചേർന്ന് നിൽക്കുക എന്നുള്ളതിനപ്പുറത്ത് സാരമില്ല എന്ന് പറയാം. അതെ, ഒന്ന് കെട്ടിപ്പിടിക്കുക, അവരുടെ ആ കണ്ണീരിനെ നമ്മൾ ഏറ്റുവാങ്ങുക എന്നതിൽ കവിഞ്ഞ സത്യത്തിൽ നമുക്ക് ആശ്വാസവാക്കുകളൊന്നും പറയാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ സഹിക്കുക എന്ന വാക്കാണ് അവസാനം മനുഷ്യൻ അല്ലേ ദുരന്തത്തിന് അടിപ്പെട്ടവരോട് അവസാനം പറയേണ്ടി വരിക. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളൊക്കെ സാധാരണക്കാരായ മനുഷ്യർ പലപ്പോഴും പല ഘട്ടങ്ങളിൽ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ കയ്യിലല്ലല്ലോ ഇതെല്ലാം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പലപ്പോഴും മനുഷ്യൻ പോകാറുണ്ട്. അത് നമ്മൾ എത്ര പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയും പോകുന്ന മനുഷ്യരായാൽ പോലും ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മുടെ കയ്യിലല്ലല്ലോ, സഹിക്കുക, മറ്റെന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പറയാറുണ്ട്. ആ അവസ്ഥയിൽ ഇപ്പോഴും ഈ കുടുംബങ്ങളോ അല്ലെങ്കിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ടവരൊക്കെ കടന്നു പോകുന്നു എന്നതൊരു വാസ്തവമാണ്. തിരിച്ചു വരാൻ കഴിയട്ടെ, അവർക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ നിമിഷങ്ങൾ, ഇന്നത്തെ ഈ കാണുന്ന ഈ നിമിഷങ്ങൾ, ഈ മണിക്കൂറുകൾ, വലിയ വേദനയുടെ, അതെ, ഈ
നമ്മൾക്ക് പറയാതെ പോകാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ഇന്നലെ ദിവസം നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് മുന്നറിയിപ്പുകൾ വരുന്നുണ്ട് അല്ലെ? മുന്നറിയിപ്പുകൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു കാര്യം അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. നമ്മളത് പറഞ്ഞാണല്ലേ? നമ്മുടെ കാലം പഴയതല്ല, നമ്മുടെ കാലാവസ്ഥ പഴയതല്ല, സാഹചര്യങ്ങൾ പഴയതല്ല. അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എതിലെയോ പോയ ഒരു കാലാവസ്ഥ അതെ അതെ, ഇന്നലെ നമ്മൾ പറഞ്ഞാണ് ഈ ഡിസംബർ ആണെന്ന് തോന്നാത്ത രീതിയിലുള്ള മഴയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതോ മഴക്കാലം പ്രതീതിയിലാണ് അല്ലേ? കോട്ടയത്തൊക്കെ വല്ലാതെ പെട്ടെന്ന് വെള്ളം കയറുന്നു. അതെ, കൊണ്ടുപോയി എന്നാണ് സത്യം. ആ മഴയൊക്കെ ഇതിനൊരു വലിയ കാരണമാണ്. ഇപ്പോൾ RTO നേരത്തെ പറഞ്ഞപ്പോൾ ബ്രേക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അതെ, കാഴ്ച തടസ്സം, എല്ലാം കാലാവസ്ഥ. നമ്മളിപ്പോൾ നമ്മുടെ ആഘോഷങ്ങളും സന്തോഷങ്ങളും വേണ്ടതാണ്. പക്ഷേ ഈ മുന്നറിയിപ്പുകൾ പറയുമ്പോൾ നമ്മളതിൽ ഒരു ഗൗരവത്തോടെ എടുക്കണം എന്നുകൂടി നമ്മളോട് പറയും. ഇപ്പോൾ ഇത് അവരെടുത്തില്ല എന്നതിൻ്റെ കുറ്റപ്പെടുത്തലുകളൊന്നുമല്ല, ഓരോ അനുഭവങ്ങൾ നമ്മളോട് പറയുന്നത്. വേദനയുണ്ടല്ലോ അല്ലെ? നമ്മുടെ കൺമുന്നിലാണ് 5 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അവരുടെ ചിരി, അവരുടെ ജീവിതത്തിന്റെ നേട്ടങ്ങളൊക്കെ വലിയ പ്രതീക്ഷയായി കണ്ടിരുന്ന കുടുംബാംഗങ്ങൾ, മരിച്ചവർക്ക് ഒന്നും അറിയേണ്ട, ജീവിച്ചിരിക്കുന്നവർക്ക് കടുത്ത വേദനയും ഓർമ്മകളും മാത്രം നൽകിക്കൊണ്ടാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ കൂടുതൽ ജാഗ്രത അവനവൻ്റെ ജീവിതത്തോടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് നമ്മുടെ ഒരു പ്രതീക്ഷ.